ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഗ്രേഡ് 7-ലെ ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് എന്ന ചാപ്റ്ററിലെ തേർഡ് എക്സസൈസിലെ തേർഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതിന് മുന്നുള്ള എക്സസൈസിൽ നമ്മൾ ചെയ്തത് ഡിവൈഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് സോൾവ് ചെയ്ത് നോക്കാം. 7/3 ഡിവൈഡഡ് ബൈ 2. ഇതെങ്ങനെ ചെയ്യുന്നത്? ആദ്യം നമുക്ക് 7/3 എഴുതാം. 2-ന് നമുക്ക് 2/1 എന്ന് എഴുതാം. ഇനി റെസിപ്രോക്കൽ എഴുതാൻ സുഖാണല്ലോ. 7/3 into 1/2. 7 into 1 is 7. 3 into 2 is 6. നമുക്ക് 7 divided by 6 ചെയ്യാം. 1 into 6 is 6. 7 minus 6 is 1. മിക്സ് ഫ്രാക്ഷൻ ആയിട്ട് ആൻസർ എഴുതാം. 1/6. ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ എങ്ങനെയാണ് ചെയ്തതെന്നെല്ലാം? ഫ്രാക്ഷനുകൾ ഡിവൈഡ് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? റെസിപ്രോക്കൽ എഴുതിയിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. എന്താണ് റെസിപ്രോക്കൽ എന്നും എങ്ങനെയാണ് ഡിവിഷൻ്റെ റൂൾസ് എന്നൊക്കെ നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിലും ഇതിന് മുന്നുള്ള സൊല്യൂഷൻ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് മുന്നുള്ള വീഡിയോസ് എല്ലാം കാണണം. ഞാൻ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക്. 4/9 divided by 5 equals to 4/9 divided by 5/1. That's equals to 4/9 into 5/1 in the reciprocal 1/5. That's equals to 4 into 1 is 4 by 9 into 5 is 45. ഇതൊരു പ്രോപ്പർ ഫ്രാക്ഷൻ ആണ് കേട്ടോ. ഇനി അടുത്തത് 6/13 divided by 7. 6/13 divided by 7/1 എന്നെഴുതാം. 6/13 into 7/1 ന്റെ റെസിപ്രോക്കൽ 1/7. 6 into 1 is 6. 13 into 7 നോക്കാം നമുക്ക്. 3 into 7 is 21. 1 here, 2 up. 1 into 7 is 7. 7 plus 2 is 9. 6/91 എന്ന് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 4 1/3 ഡിവൈഡഡ് ബൈ 3. ഇങ്ങനെ മിക്സ് ഫ്രാക്ഷൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റണം. 4 into 3 is 12. 12 plus 1 is 13/3 divided by 3/1. That's equals to 13/3 into 3/1 ന്റെ റെസിപ്രോക്കൽ 1/3. That's equals to 13 into 1 is 13. 3 into 3 is 9. ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. 13 divided by 9. 13-ൽ 9 1 time. 1 into 9 is 9. 13 minus 9 is 4. നമ്മുടെ ആൻസർ 4/9 എന്ന് എഴുതാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ 3 1/2 divided by 4 equals to മിക്സ് ഫ്രാക്ഷൻ ഇംപ്രോപ്പർ ആക്കാം. 3 into 2 is 6. 6 plus 1 is 7. 7/2 divided by 4/1 equals to 7/2 into 1/4 equals to 7 into 1 is 7 by 2 into 4 is 8. അടുത്തത് നോക്കാം. 4 3/7 divided by 7. 4 into 7 is 28. 28 plus 3 is 31 by 7 divided by 7/1. 31/7 into 1/7 equals to 31 into 1 is 31 by 7 into 7 is 49. എല്ലാവർക്കും മനസ്സിലായല്ലോ എങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനൊക്കെ സോൾവ് ചെയ്തതെന്ന്? ആർക്കും ഡൗട്ടൊന്നുമില്ലല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം. പിന്നെ കൂട്ടുകാരെ, നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരുടെ അടുത്തും നമ്മുടെ വീഡിയോസിനെ കുറിച്ച് പറയണം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.